സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിയോമറി ഗെയിമിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബസ്സിലെ ട്രഷർ ലിങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രഷർ ലിങ്ക് നമ്മൾ 3 നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റത്തെ മുട്ടയാണ് കിട്ടിയത്. അതിൻ്റെ പേരാണ് കാര്യം കാര്യമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും കോൺട്രാക്റ്റിലേക്കൊന്ന് പോയി നോക്കാം. കോൺട്രാക്റ്റ് എടുത്തിട്ട് നമുക്ക് 52 ഫ്രീ സ്പിന്ന് വന്ന് കിടപ്പുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം കേട്ടോ ഗൈസ്. റൊണാൾഡോ ഒന്ന് അടിച്ചിട്ട് പോലും ഇല്ല. എത്ര സ്പിൻ ചെയ്ത് നമ്മൾ റൊണാൾഡോൻ്റെ സ്പിൻ നോക്കി. അണ്ണനെ കിട്ടാനുള്ള ഓരോ മെത്തപ്പാട് 237 250 237, അതായത് ഇപ്പോൾ ഒരു 22 സ്പിൻ നമ്മൾ ചെയ്ത് നമുക്കാരും കിട്ടിയില്ല. കോട്ടയം നോക്കാം. പിന്നെ അതാ നമുക്കതിൽ അഗ്വേറോനെ അടിച്ചിട്ടുണ്ട്. ഇത് അഗ്വേറോനെ അതേതായാലും നല്ലൊരു മുന്നേറ്റമായിരുന്നു അഗ്വേറോനെ അടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ടാണ് അത്ര ഒരു മെയിൻ പ്ലെയറിനെ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും റിയോ ഫെർഡിനാൻഡിൻ്റെ ഒന്ന് കറക്കി നോക്കാം. അപ്പോൾ ഏതായാലും അപ്പോൾ നോക്കിയോ ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാം പുഴിയോളുണ്ട്, അതുപോലെ തന്നെ മാർക്കോ വാൻ ബാസ്റ്റൻ ഉണ്ട്, റിയോ ഫെർഡിനാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ സ്ലൈഡർ ഉണ്ട്, അതുപോലെ തന്നെ കൊള്ളറുണ്ട്. കൊള്ളറിനെയും ഫെർഡിനാൻഡിനെയും വാൻ ബാസ്റ്റനെയും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഏതായാലും സ്പിൻ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട് ഇതിൽ. 250, ഇതിലിപ്പോൾ നമ്മൾ 243 ഓൾറെഡി നമ്മൾ ഏകദേശം 7 സ്പിന്നോളം ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ കയപ്പിൻ്റെ പുറത്ത് ചെയ്തതാണ്, കാര്യമാക്കേണ്ട ആവശ്യമില്ല. മടി കൂട്ടി വെച്ചിട്ട് 60 ആക്കിയാണ് ചെയ്താൽ മതിയായിരുന്നു. 52 60 ഒരു 59 സ്പിന്നൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കണം. ലെക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ എല്ലാ കാർഡും നമ്മൾ നോക്കണം. കൊള്ളർ നോക്കാം കേട്ടോ. ഒരു ബേസ് കാർഡ് നമ്മൾ നോക്കി. ബേസ് കാർഡിൽ ഹൈലൈറ്റ് കാർഡ് തൊട്ടിട്ടുണ്ട്. എന്നാലേ വായിക്കണമെങ്കിൽ കിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ ഇതൊക്കെ വായിച്ചു വെക്കണം, വെറുതെ തട്ടി വിടുക തന്നെ. കിട്ടുകയാണെങ്കിലോ നമ്മൾ ആദ്യത്തെ 10 സ്പിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം. ചെയ്യാൻ പോവാണ്. നോക്കുകയാണ് മച്ചാന്മാരെ. കിട്ടിയാൽ മതിയാമായിരുന്നു. മച്ചാന്മാരെ ആരും തന്നെ തിന്നിട്ടില്ല കേട്ടോ. വെറുതെ ഏതൊരു ഹൈലൈറ്റ് കാർഡിന് ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. ഏതോ സാൻറ്റോസ് അല്ലല്ലോ ഇത്, നമ്മൾ ഒലിവറിസൊക്കെ കളിക്കുന്ന ഏതോ ടീം. നമുക്ക് അതിൽ അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത സ്പിൻ ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാണ് വിലക്കെ പോർട്ടുഗലിൽ. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു 10 സ്പിന്ന് പോയിട്ടുണ്ട്. 42 സ്പിന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം. നമുക്കിനിയിപ്പോൾ ഈ 2 സ്പിൻ അങ്ങ് തീർത്തേക്കാം. നോക്കുകയാണ്. റിയോ ഫെർഡിനാൻഡിനെ അടിച്ചാൽ മതി, വേറെ ആരും വേണ്ടാന്നില്ല. റിയോ ഫെർഡിനാൻഡിനും കൊള്ളറിനെയും ഇവർ 2 പേരെ അടിച്ചാൽ മതി. വേറെ ആരെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫെർഡിനാൻഡ് കൊണാമി ചാമ്പിയിട്ടുണ്ട്. കൊണാമി അല്ല, ഗുണാമിയാണ്. ചാമ്പിൽ കൊണാമി. നമുക്ക് നോക്കാം. ഇപ്പോൾ റിലീസ് ചെയ്ത് വിട്ടേക്കാം, ആവശ്യമില്ല. അതത് ഈ സ്പിന്നിട്ട് അടിക്കും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നോക്കിക്കോ ഗൈസ്, നിൽക്കാൻ പോകട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആരും അടിക്കാൻ പോവുകയാണ്. അടിക്കുക കിട്ടും. കിട്ടി മച്ചാമാരെ, കിട്ടി. എപ്പിക്ക് വാട്ടേ. സൗണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. മറ്റേ റൈറ്റ് ബാക്ക് ആരാണ് നോക്കുക? പുയോള് വേണ്ട, വാൻ ബാസ്റ്റണ് അല്ലെങ്കിൽ കൊള്ളറോ ഫെർഡിനാൻഡോ മതി. നോക്കട്ടെ ആരാ വരുന്നതെന്ന്. നോക്കുക ഗൈസ്, കാത്തിരുന്ന് കാണാം. ബ്രോ ഫെർഡിനാൻഡ് മുത്തേ ഫെർഡിനാൻഡ് രണ്ടാമത്തെ 10 ഫെർഡിനാൻഡ് വന്നിരിക്കുന്നത്. ഓക്കെ, റിയോ ഫെർഡിനാൻഡ്. നമുക്ക് ഫെർഡിനാൻഡ് ഹൈലൈറ്റിൻ്റെ കാർഡ് ബാക്കിയെല്ലാം റിലീസ് ചെയ്ത് വിടുന്നുണ്ട്, ആവശ്യമില്ല. നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം. അടുത്തൊരു 10 ചെയ്ത് നോക്കട്ടെ. ഇതിൽ കിട്ടാൻ സാധ്യതയില്ല. പോർട്ടുഗല് കിട്ടിയിട്ടില്ല. പോയി കിട്ടിയില്ല. ഇത് ചെയ്യാനാ ഗായ്സ്. അങ്ങനെ 10 സ്പിന്ന് പോയിട്ടുണ്ട്. റിലീസ് ചെയ്ത് വിട്ടേക്കാം. ഫെർഡിനാൻഡിനെ കിട്ടി. വാൻ ബാസ്റ്റനെ കിട്ടുമോ? കൊള്ളറിനെ കിട്ടുമോ? പൊയ്യോളിനെ കിട്ടുമോ? ആരെ കിട്ടും അറിയില്ല.
നോക്കുകയാണ് ആരെ കിട്ടും കിട്ടി. വാൻ ബാസ്റ്റൻ അടിച്ചിട്ടുണ്ട്. മുത്തുമക്കളെ സിമിലാൻ സെൻട്രൽ ഫോർവേഡ് വാൻ ബാസ്റ്റൻ. വാൻ ബാസ്റ്റൻ 103 റേറ്റിംഗ്. സിംഗിൾ ബൂസ്റ്ററാണ്. അതാണ് ഇതിൻ്റെ ഒരു ചോറ വന്നിട്ടുള്ളത്. സിംഗിൾ ബൂസ്റ്ററാണ്. സാരല്ല, ഇതും കിട്ടാത്ത കുറേ പേരുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ 58 സ്പിൻ ചെയ്തിട്ട് അവന് കൊള്ളറിന് പോലും കൊടുത്തില്ലടോ, പാവം. ഫസ്റ്റ് ഒരു 10 ഉണ്ട്, 10 റിമൈനിങ്. നമ്മൾ ഒരു 5 ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇങ്ങനെ ഒന്നിച്ച് ചെയ്ത് നോക്കുക. ലാസ്റ്റ് 5 ഒപ്പരം കറക്കുക. ഇനിയിപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. 2 പ്ലേസിനെ തന്നിട്ടുണ്ട്. കൊണാമിയാണ്. 2 തരുവാണെങ്കിൽ തന്നെ എന്തോ അലിവ് തോന്നിയിട്ട് തന്നതാണ്. കാരണം അണ്ണന് വേണ്ടിയിട്ട് കുറേ ഗോൾഡ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, കോയിൻ പൊട്ടിച്ചിട്ടുണ്ട്. അറിയില്ല എന്താ പാടുന്ന്. പൊട്ടിച്ച് കൈ തന്നിട്ടുണ്ട്. ഇത് കിട്ടാൻ സാധ്യതയില്ല. മനസ്സ് പറയുന്നത് കിട്ടില്ല എന്ന്. ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ 2 വട്ടം കൂടി ഒന്നിച്ച് കറക്കി നോക്കാം. അഥവാ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അങ്ങനെ കണ്ടല്ലോ. ഇനി നമ്മൾ 5 ഒപ്പരം കറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് നോക്കാം കിട്ടുമോ കിട്ടില്ലേന്ന്. സാധ്യതയില്ല, കൊണാമിയാണ്. നോക്കാം. ഇവിടെ തേച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ഈ കിഡിലാസ്കി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു. നിങ്ങൾക്ക് ആരെ കിട്ടിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.